ഈ സ്ഥലം ഓർമ്മയുണ്ടോ? നമ്മുടെ എൻഗേജ്മെന്റിന്റെ ഷൂട്ട് നടന്ന മൃദുലയുടെ അടുത്തുള്ള ലുക്കൌട്ടിന്റെ താഴെയുള്ള ഒരു പാലമാണ്. ഇത് പോവൂല, പിന്നെ വന്ന് ഇന്നലെ കൊണ്ടാക്കിയതുള്ളൂ. ഇന്ന് രാവിലെ നമ്മള് വീട്ടിൽ പോയി വിളിച്ചോണ്ട് വന്ന് അവിടുന്ന് ഫുഡൊക്കെ കഴിച്ചിട്ടാണ് നമ്മളവിടെ കുറച്ച് വീഡിയോ ഒക്കെ എടുക്കാൻ വേണ്ടി. ഇതിന്റെ ഡാമിന്റെ പേരെന്തോ? ലുക്കൌട്ട്. ഗൈസ്, നമ്മൾ എൻഗേജ്മെന്റിന്റെ ഷൂട്ടൊക്കെ അവിടെ വെച്ച് നടത്തിയിട്ടുണ്ട് കേട്ടോ. നമുക്ക് കണ്ടാ അറിയാം. അപ്പൊ അവിടെ നമ്മൾ നിൽക്കുന്നത് അവിടെ അടിപൊളി വൈബാ കേട്ടോ. നമ്മൾ ചൂണ്ടയൊക്കെ കൊണ്ടുവന്നിരുന്നെങ്കിൽ മീനൊക്കെ പിടിക്കായിരുന്നു. ഓ ഗൈസ് ആണ് ഇവിടുന്ന് വ്യൂ നിങ്ങൾക്ക് പേടിയാവും ഗൈസ്. നോക്കിയോ, ഫോൺ താഴെ പോയാ തീർന്ന്. എനിക്ക് പേടിയാവും. കിടിലം വ്യൂ ആണ് കേട്ടോ, ഒരു രക്ഷയില്ല. ഇവിടെ എങ്ങനെയുണ്ടാ? അടിപൊളിയല്ലേ? പക്ഷെ വണ്ടി നമുക്ക് അവിടെ പാർക്ക് ചെയ്യാനേ പറ്റത്തുള്ളൂ, ഇങ്ങോട്ട് വരാൻ പറ്റത്തില്ല. മൃദുലേ, ഇങ്ങനെ എങ്ങനെ ഉണ്ടായിരുന്നു വീട്ടിൽ പോയിട്ട്? നമ്മളൊക്കെ മിസ് ചെയ്താ? തിരക്ക് ഓണത്തിന്റെ കുറച്ച് കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ട് നമ്മൾ അവിടെ പോയി 2 ദിവസം നിൽക്കാൻ കഴിയും. അപ്പോൾ അതിനുവേണ്ടി ഇന്ന് വന്നപ്പോൾ തന്നെ മൃദുലയുടെ അമ്മയ്ക്ക് അച്ഛന് നല്ല വിഷമമൊക്കെ ഉണ്ടായിരുന്നു. കാരണം പിറ്റേന്ന് രാവിലെ പോയി നമ്മൾ പൊക്കിയല്ലോ, അതുകൊണ്ട് ചെറിയ സങ്കടമൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ എന്തായാലും നമുക്ക് ഓണം കഴിഞ്ഞിട്ട് നമുക്ക് കുറച്ച് 2 ദിവസം അവിടെ പോയി നിൽക്കണം. അപ്പോൾ നമ്മളിത് വീഡിയോ ഒക്കെ എടുത്തപ്പോൾ സമയമായി, വൈകിട്ട് ആയി, സമയം 5 മണിയായി കഴിച്ചു. വീട്ടിൽ നമ്മുടെ ഡെക്കറേഷൻ്റെ സാധനങ്ങളൊക്കെ ഇന്ന് എടുത്തുകൊണ്ട് പോയെന്ന് പറഞ്ഞു. വീടൊക്കെ ഫുൾ ക്ലീൻ ആയി. മാരി നിത്യ. അപ്പൊ ഗൈസ് നമ്മൾ നേരെ വീട്ടിലോട്ട് പോവാണ്. വീട്ടിൽ ചെയ്തിട്ട് കാണാം. ഓ എടി അമ്മ കണ്ടാ നീ ഏത് ഡ്രസ്സാ ഇട്ടേക്കുന്നത്? 10 വയസ്സൊക്കെ കുറഞ്ഞ് കണ്ടിട്ടൊക്കെ ഞെട്ടിപ്പോയി. പെട്ടെന്നൊരു മാറ്റം. ശരി, ഒരു 10 വയസ്സ് കുറഞ്ഞ് ഒരു 40 വയസ്സേ തോന്നിക്കത്തുള്ളൂ. 7-ാം മാസം പോയാ തിരിച്ച് 28 കൊണ്ട് കുഞ്ഞിനെ കൊണ്ട് വരാവുള്ളൂ. ആരതിയുടെ ആരതി നമ്മളെ കുഞ്ഞിനെ കൊണ്ടല്ലേ വന്നത്. അയ്യോ, മാറിയിട്ടൊന്നുമില്ല, അത് തന്നെ. ആരതിയുടെ ഞാൻ പോയപ്പോ അമ്മയായിരുന്നു, ഇപ്പൊ അനിയത്തി ചേച്ചി. ആരതിയുടെ ആരതി ചേച്ചി. ഇപ്പം നമ്മുടെ വീട് ഫുള്ള് ക്ലീനിങ്ങിലാണ് സുഹൃത്തുക്കളെ. ഇത് നിങ്ങൾക്ക് കണ്ടാലറിയാം. നമ്മളിന്ന് പുറത്തുനിന്നൊരു ടീമിനെ ഏൽപ്പിച്ചു കേട്ടോ. അറിയില്ല, മൃദുല പ്രഗ്നൻ്റ് ആയതുകൊണ്ട് തന്നെ നമ്മൾ വിചാരിച്ചു ക്ലീനിങ് എല്ലാം നമുക്ക് പുറത്ത് കൊടുക്കാമെന്ന് വിചാരിച്ചു. അല്ലെങ്കിൽ അമ്മയ്ക്കും നമുക്കെല്ലാവർക്കും ഒറ്റയ്ക്ക് ഇടുന്ന പാടായിരിക്കും ഇത്രയും കൂടി ക്ലീൻ ചെയ്യാനായിട്ട്. അതുകൊണ്ട് നമ്മൾ പുറത്ത് ഏൽപ്പിച്ച് എന്നിട്ട് ഫുള്ള് ഡീപ്പ് ക്ലീൻ ചെയ്യുവാണ്. മൃദുലേ, ഫുള്ള് അവർ വന്ന് ക്ലീൻ ചെയ്തുകൊണ്ടിരിക്കുക കേട്ടോ. അതുപോലെ നമ്മൾ ക്ലീൻ ചെയ്ത് ഇത്രയും ആയിട്ട് വൃത്തിയാവത്തുമില്ല. നമ്മുടെ വീട് വെച്ചതിന് ശേഷം നമ്മൾ ഇത്രയും ഡീപ്പായിട്ട് ക്ലീൻ ചെയ്തിട്ടില്ല. ഇവർ വന്ന് ഓരോ മുക്കും മൂലയും എല്ലാം നല്ല അടിപൊളിയായിട്ട് ക്ലീൻ ചെയ്തിട്ടുണ്ട് കേട്ടോ. അതാണ്ട് നമ്മുടെ കിച്ചണൊക്കെ ഇന്ന് ക്ലീൻ ചെയ്തതാണിത്. കിച്ചണൊക്കെ ക്ലീൻ ചെയ്തു. നല്ല കൈസ് ഇവിടെ എല്ലാം ക്ലീൻ ചെയ്തതാണ് കേട്ടോ. ഇനി ഒരു കഴിവും, ഒന്നുകൂടി കഴിവും. എന്തായാലും രാത്രിയാവും കൈസ്. ഒന്ന് പോകുമ്പോൾ രാത്രിയാവും അവർ. അതാണ് ഇവിടെ എല്ലാം ക്ലീൻ ചെയ്ത് കേട്ടോ. അടിപൊളിയാക്കിയിട്ടുണ്ട്. ഇനി എൻ്റെ റൂമും കൊച്ചിൻ്റെ റൂമും ഒക്കെ ക്ലീൻ ചെയ്യണം. ഇതുവരെ സ്വിച്ച് വരെ അവരെ ഇളക്കി ക്ലീൻ ചെയ്യും. അതാണ് എൻ്റെ ഒരു ഹൈലൈറ്റ് ആണ്. അത്രയും അടിപൊളിയായിട്ട് ക്ലീൻ ചെയ്യും കേട്ടോ. അവരുടെ മിഷനാണ് കേട്ടോ. ഇതൊക്കെ വെച്ച് നമ്മളെ സെറ്റിയിലെ ഈ പൊടികളൊക്കെ ഉണ്ടോ, അടിയിലത്തെ പൊടികളൊക്കെ, അതൊക്കെ നല്ല വാക്യം ചേർക്കും കേട്ടോ. കൊച്ചിവിടെ ആവി ഉള്ളുവാണ്. കൊച്ചു ഓണമായിട്ട് പനി പിടിച്ച്. കൊച്ചുവേ, ആഹാ നല്ല കണിയാണല്ലോ. ഓണമായിട്ട് കൊച്ചൂര് മതിയായി. എൻ്റെ റൂമിൽ നിന്ന് ആവി പിടിക്കുക കേട്ടോ. കൊച്ചുവിൻ്റെ റൂം അവിടെ ക്ലീൻ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അമ്മയൊക്കെ പുറത്താണ്. അച്ഛനും JCB കഴിക്കൊണ്ടിരിക്കുക കേട്ടോ. എന്ത് പറ്റിയടാ? ഓണം മൂഞ്ചി. അല്ലെങ്കിൽ നമുക്ക് ഓണാഘോഷമൊന്നും ഇല്ല കേട്ടോ. ഞാൻ പ്രതീക്ഷിച്ചില്ല പെട്ടെന്ന് ഇങ്ങനെ പനി വരുമെന്ന്. ഇന്നലെ ഒരു കുഴപ്പമില്ലായിരുന്നു, പെട്ടെന്നായിരുന്നു. രാവിലെ എണീറ്റപ്പോ പനി. അമ്മയ്ക്കും പൊടി അടിക്കുമ്പോൾ കയ്യിലൊക്കെ അലർജി ഒക്കെ വരുന്നുണ്ട്. അതുകൊണ്ട് വിചാരിച്ച് എന്തായാലും അവരെ വിളിച്ച് അവരാകുമ്പോഴത്തേനും പെട്ടെന്നെല്ലാം റെഡിയാക്കിയിട്ട്. അതുപോലെ നമ്മൾ ഈ വീട് വെച്ചിട്ട് ഇങ്ങനെ ഡീപ് ക്ലീൻ ചെയ്തിട്ടില്ല. ചെയ്തിട്ടില്ല. മെയിൻ ആയിട്ട് ഇവര് തൂക്കുമ്പോഴും തുടക്കുമ്പോൾ ഈ ജനലിന്റെ സൈഡിലൊക്കെ പൊടിയും അങ്ങനത്തെ കുറെ സ്ഥലങ്ങളുണ്ടല്ലോ. അതുപോലെ എവരെ മിഷൻ ഉണ്ടോ, നമ്മൾ എത്ര കൈ വെച്ച് ചെയ്താലും ക്ലീൻ ആവത്തില്ല. മിഷൻ ഉള്ളതുകൊണ്ട് അതുപോലെ പെട്ടെന്ന് ചെയ്യാനും പറ്റും. പിന്നെ ഗൈസ് നമ്മളെ റൂം പോയി കഥം. എന്റെ റൂം സൈഡ് മൊത്തം പൊട്ടി പൊളിഞ്ഞിരിക്കുക. ബാക്കി വീട്ടിലെ വിശേഷങ്ങൾ നിങ്ങൾ കണ്ടല്ലോ. ഇതിന്റെ ഒരു സെപ്പറേറ്റ് വീഡിയോ ഞങ്ങൾ ചെയ്യാം. കുറെ കാര്യം പറയാം ഇതിനെപ്പറ്റി. കുറെ നമ്മളെ തേച്ചതാ, നമ്മളെ ഒരു പെയിന്റ് കമ്പനി തേച്ചതാ. അതിന്റെ കഥ വേറെ പറയാം. അതൊരു വേറൊരു വീഡിയോ ആയിട്ട് ചെയ്യേണ്ടി വരും നമ്മളെ. കാരണം ഇത് മൊത്തം ഇളക്കി കളഞ്ഞിട്ട് വേറെ ഒട്ടിക്കണമല്ലോ. ഹേ ഗായ്സ്, അപ്പൊ നമ്മുടെ വീട്ടിന്റെ സാധനങ്ങളൊക്കെ എല്ലാം പറക്കി വെളിയിലിട്ടിരിക്കുകയാണ്. അമ്മയ്ക്ക് ഓണമായിട്ട് ഒരു ജോലിയില്ല ഗൈസ്. കണ്ടോ, ഈ കൊല്ലം ഓണമായിട്ട് നമുക്ക് വീട് വൃത്തിയാക്കണ്ടേ? ഒരു പണിയില്ല. അമ്മയ്ക്കും പണിയില്ല, മൃദുലയ്ക്കും പണിയില്ല.
അവക്ക് വയ്യ. അമ്മയ്ക്ക് ഒറ്റയ്ക്കല്ല ഞാൻ പാളാ. അലർജി കഷ്ടപ്പെട്ടിരിക്കണം. അച്ഛന്റെ പുറത്ത് അഴുക്ക് കണ്ടോ നിങ്ങൾ? അച്ഛൻ വണ്ടി JCB കഴുകിയിട്ടിരിക്കുന്നു. അച്ഛൻ കുളിച്ചത് പോലും ഇല്ല. ആ കാരണം അത്ര ഞാൻ കഷ്ടപ്പെട്ടെന്ന് അറിയിക്കണം. കേട്ടോ പുറത്ത് മൊത്തം ഗ്രീസ് ആണ് കേട്ടോ. 6 റൗട്ട് ഇങ്ങനെ ഇരിക്കാൻ തുടങ്ങിയതാ. ഒറ്റിരിപ്പാ കയ്യില് കണ്ട. ഈ കയ്യിൽ ഇനി എന്ത് ചെയ്യുമെന്ന് വിചാരിക്കാൻ അറിയത്തില്ല. അച്ഛൻ JCB ഒക്കെ കഴുകി അല്ല ഇവരെ നമ്മളെ വീട് വൃത്തിയാക്കാൻ വന്നവരെ വണ്ടി കേട്ടോ. അതിനകത്ത് ഫുൾ സാധനമാണ്. ഹായ് മൃദുല മാസ്ക് ഒക്കെ ഇട്ടാട്ടോ നടക്കുന്നത്. അവിടെ പൊടിയാ. അതാ ഇവിടെ സുഖമായിട്ടിരിക്കുക. അപ്പൊ ഹാപ്പി ഓണം. എല്ലാവരും ഒക്കെ ഓണം അടിച്ചു വിളിച്ചു എന്ന് വിശ്വസിക്കുന്നു. എങ്ങനെ ഉണ്ടായിരുന്നു നിങ്ങളുടെ ഓണം? താഴെ കമന്റ് ചെയ്യട്ടോ. അപ്പം എന്തുകൊണ്ട് നമ്മൾ ഈ വട്ടം ഓണം ആഘോഷിച്ചില്ല, ഓണം വീഡിയോ ഒന്നും ഇട്ടില്ല, ആഘോഷങ്ങളും കാര്യങ്ങളൊന്നും ഇല്ലായിരുന്നു. അപ്പം അതിനൊരു പ്രധാനമായിട്ടുള്ള 2 കാരണങ്ങളുണ്ടായിരുന്നു. അതിലെ ഏറ്റവും ഒന്നാമത്തെ കാരണം എന്ന് പറയുന്നത് അച്ഛൻ്റെ അച്ഛൻ എൻ്റെ അപ്പൂപ്പൻ മരിച്ചു പോയിട്ടുണ്ടായിരുന്നു. അപ്പം 1 വർഷം ആയില്ല, മരണപ്പെട്ടിട്ട് 1 വർഷം ആയില്ല. അതുകൊണ്ട് തന്നെ നമുക്ക് ഓണമൊന്നും അങ്ങനെ ആഘോഷിച്ചുകൂടാ. അപ്പം അതുകൊണ്ടാണ് നമ്മൾ ഓണമൊക്കെ ആഘോഷിക്കാനിട്ടും അതിൻ്റെ വീഡിയോ ഒന്നും അപ്ലോഡ് ചെയ്യാതിരുന്നതും. പിന്നെ രണ്ടാമത്തെ കാരണം എന്ന് പറയുന്നത് നമുക്കറിയാമല്ലോ, നമ്മുടെ വയനാട്ടിലുണ്ടായ ഒരു ദുരന്തം. അപ്പം ഈ ഓണം ആഘോഷം എന്ന് പറയുമ്പോഴേക്കും ഈ സദ്യ, പുതിയ ഡ്രസ്സ്, പിന്നെ കളികൾ, പൂക്കളം, ഓണക്കളികൾ, അപ്പോൾ അതൊക്കെ അതിൻ്റെ ഒരുക്കങ്ങളൊക്കെ അങ്ങനത്തെ കാണല്ലോ നമ്മൾ ഓണം എന്ന് പറയുന്നത്. അപ്പം അതിനുള്ളൊരു ഒന്നും ഇല്ലായിരുന്നു അല്ലേ? എനിക്ക് ഒരുപാട് സ്ഥലങ്ങളിൽ ഓണാഘോഷിക്കപ്പെട്ടും ഇല്ലായിരുന്നു തോന്നുന്നു. ഇല്ല, ഓണം ആഘോഷിക്കുന്നവരും ഉണ്ടായിരുന്നു. എന്നാലും കുറവായിരുന്നു തോന്നുന്നു. ഓണം 1 വർഷം കഴിഞ്ഞ് ആഘോഷിക്കാം. അതായത് പിന്നെ ആണ്ട് നടന്നതിന് ശേഷം പിന്നെ എന്തെങ്കിലും നല്ല കാര്യങ്ങളൊക്കെ നടത്താവും. അപ്പം ഇലയിട്ട് സദ്യ വിളമ്പിക്കൂടെന്നാണ് പറയുന്നത്. പിന്നെ ചില കാര്യങ്ങൾ ചെയ്യാതിരിക്കാൻ പറ്റില്ല. വളകാപ്പിന് നമ്മൾ അതിപ്പോ മാറ്റി വയ്ക്കാൻ പറ്റുന്ന കാര്യങ്ങളല്ല. അങ്ങനെയുള്ള ചില കാര്യങ്ങള് നമുക്ക് പറ്റാതെ ആയി. പിന്നെ എല്ലാം പുതിയ ഡ്രസ്സ് കൊടുത്തില്ല, നമ്മൾ സദ്യയൊന്നും ഇലയിട്ട് കഴിച്ചില്ല. അപ്പൊ അച്ഛൻ മരിച്ചതുകൊണ്ട്. അതെ, അച്ചാച്ചൻ ഇവിടെ അല്ലായിരുന്നു. പിന്നെ അച്ഛനെ ചേട്ടന്റെ വീട്ടിലായിരുന്നു. അവിടെ വെച്ചിട്ടാണ് അച്ഛൻ മരണപ്പെട്ടത്. അപ്പം സൈലന്റ് അറ്റാക്ക് ആയിരുന്നു. നമ്മളാരും പ്രതീക്ഷിച്ചില്ല, പെട്ടെന്ന് ഒന്നും പ്രതീക്ഷിച്ചില്ല. കാരണം വേറെ അസുഖങ്ങളൊന്നും ഇല്ലായിരുന്നു. അച്ചാച്ചൻ എത്ര കൊല്ലമായിട്ട് നമ്മൾ, അതായത് കുടുംബ വീട്ടിലായിരുന്നു. അച്ചാച്ചനും അമ്മൂമ്മയും കുടുംബ വീട്ടിലായിരുന്നു. അപ്പം അമ്മൂമ്മ മരിച്ചതിന് ശേഷമാണ് പിന്നെ അച്ചാച്ചൻ നമ്മളെ കൂടെ ആയത്. ഏതാണ്ട് എത്ര കൊല്ലമായത്? 3 കൊല്ലത്തോളം അച്ഛൻ്റെ ചേട്ടൻ്റെ വീട്ടിലും നമ്മുടെ വീട്ടിലുമായിട്ടാണ് അച്ചാച്ചൻ നിന്നിരുന്നത്. അപ്പം എന്തായാലും പെട്ടെന്ന് നമ്മുടെ കുടുംബത്തിൽ നിന്ന് ഒരാൾ പോയപ്പം അതിൻ്റെ എല്ലാ ദുഃഖങ്ങളും നമുക്കുണ്ടായിരുന്നു. പിന്നെ ആകെയുള്ള ബുദ്ധിമുട്ട് അച്ചാച്ചന് വണ്ണം, നമ്മൾ പണ്ടത്തെ വീട്ടിലേക്ക് കണ്ടിട്ടുണ്ട്. അത്യാവശ്യം വണ്ണം ഉള്ളതുകൊണ്ട് തന്നെ ശ്വാസം മുട്ട്, വാർദ്ധക്യമായിട്ടുള്ള കുറച്ച് കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. എന്നാലും ഷുഗറോ കൊളസ്ട്രോളോ അങ്ങനെയൊന്നും ഇല്ലായിരുന്നു. അങ്ങനത്തെ അസുഖങ്ങളൊന്നും ഇല്ലായിരുന്നു. പിന്നെ ആൾക്ക് ഒരുപാട് നേരം ഇങ്ങനെ നടക്കാനൊന്നും പറ്റത്തില്ല, ഒരുപാട് നിൽക്കാനൊന്നും പറ്റത്തില്ല. കാരണം ബോഡി വെയിറ്റ് ഉള്ളതുകൊണ്ട് തന്നെ ശ്വാസം മുട്ട്, വണ്ണം ഉള്ളതുകൊണ്ടുള്ള ബുദ്ധിമുട്ടുകളെല്ലാം തന്നെ ഉണ്ടായിരുന്നു. അല്ലാണ്ട് വേറെ പ്രശ്നങ്ങളും കാര്യങ്ങളൊന്നും ഇല്ലായിരുന്നു. അത് നമ്മളെ കുടുംബമാണ്, നമ്മളെ കുടുംബമാണല്ലോ. അപ്പൊ നമ്മളത് ഓണത്തിന് ഈ ഒരു സമയത്ത് പറയാൻ വേണ്ടി വെച്ചിരുന്നത്. കാരണം അറിയാലോ നമുക്കിപ്പോ പറയാനുള്ള ഒരു സിറ്റുവേഷൻ ഇല്ല. അല്ല, അത് മാത്രമല്ല, അച്ഛൻ പറഞ്ഞ കണക്ക് ചില അവസരങ്ങളിൽ നമുക്കത് ആഘോഷിക്കാൻ, മീൻസ് നമുക്കത് വീട്ടിൽ ആ ചടങ്ങുകൾ വീട്ടിൽ നടത്താൻ പറ്റത്തില്ല. ഇപ്പം മൃദുലയുടെ വളകാപ്പ് അല്ലെങ്കിൽ അത് റിലേറ്റഡ് ആയിട്ടുള്ള ഓരോ കാര്യങ്ങൾ അത് നമുക്ക് വീട്ടിൽ നടത്താതിരിക്കാനും പറ്റത്തില്ല. അപ്പം അതുകൊണ്ടൊക്കെ തന്നെയാണ് നമ്മൾ വിചാരിച്ചു ഓണം ആകുമ്പോൾ നിങ്ങളുടെ അടുത്തും കൂടി ഷെയർ ചെയ്യാമെന്ന് വിചാരിച്ചത്. അതുകൊണ്ടാണ്, അതാണ് പറയുന്നത്. ഒരു മാനസികാവസ്ഥയൊന്നും ഇല്ലായിരുന്നു ആ സമയത്ത്. അതുകൊണ്ടാണ് നിങ്ങൾക്ക് അന്ന് പറയാതിരുന്നതും. പിന്നെ ആ സമയം വരുമ്പം പറയാമെന്ന് വിചാരിച്ചു. ഇപ്പം ഓണം ആകുമ്പോൾ പറയാമെന്ന് അന്നേ വിചാരിച്ചിരുന്നത്. അന്ന് അച്ഛനും നമ്മളെല്ലാവരും ഓണം ആകുമ്പോൾ നമുക്ക് പറയാം, നമ്മുടെ ഫാമിലിയുടെ നിങ്ങൾക്ക് എല്ലാവരും ഷെയർ ചെയ്യാമെന്ന് വിചാരിച്ചിരുന്നത്. അപ്പം അത് മാത്രമല്ല, ഈ വട്ടം വയനാട്ടിൽ നടന്ന വീട്ടിൽ എത്ര കുടുംബമാണ്, അവർക്കും ഓണത്തിനൊരു ഇല്ലേ, നമുക്കത് മനസ്സിലാവും എത്ര പേര് ഓണം ആഘോഷിക്കാതെ ഇരിക്കുന്നത്. അപ്പം അവരെല്ലാവരുടെയും ദുഃഖത്തിൽ നമ്മളും പങ്കുചേരും കേട്ടോ. കാരണം വീടില്ലാതെയും വേണ്ടപ്പെട്ടവരും അച്ഛനും അമ്മയും ആരും ഇല്ലാതെയും എത്രയോ പേര് ഓണം ആഘോഷിക്കുന്നില്ല. അപ്പം അവരുടെ ആ ദുഃഖത്തിൽ നമ്മളും പങ്കുചേരും ഇല്ലേ. അല്ലേ, അപ്പം അടുത്തപ്പം എല്ലാം കൊണ്ട് ഓണം എന്ന് പറയുന്നത് നമുക്കും കൂടെ ഒരു സന്തോഷം, ഒരു സെലിബ്രേറ്റ് ചെയ്യാൻ നമുക്കും ഒരു പവർ വേണം. ഇല്ലാന്നുണ്ടെങ്കിൽ നമുക്കത് ചെയ്തിട്ട് എന്തെങ്കിലും വീഡിയോയ്ക്ക് വേണ്ടിയിട്ട് ചെയ്തിട്ടൊന്നും കാര്യമില്ല. മനസ്സറിഞ്ഞ് ആഘോഷിക്കാനുള്ള സംഭവങ്ങളാണ് നമ്മുടെ ഓണമൊക്കെ. മാത്രമല്ല, അടുത്ത വർഷമാകുമ്പോൾ നഷ്ടപ്പെട്ട മീൻസ് ആളുകൾക്ക് നഷ്ടപ്പെട്ടവർക്ക് പകരമായിട്ട് ഇനി എന്ത് വില വിളിച്ചാലും അത് നികരാൻ പോകുന്നില്ല. പക്ഷേ അവർക്ക് നഷ്ടപ്പെട്ടവർക്ക് വീടൊക്കെ ഒരുപാട് പേര് സഹായമൊക്കെ പറഞ്ഞില്ലായിരുന്നു. അപ്പോൾ അവർക്ക് ഹോപ്പ് അടുത്ത വർഷം ആകുമ്പോഴത്തേക്ക്, ഓണത്തിൻ്റെ സമയമൊക്കെ ആകുമ്പോഴത്തേക്ക് അവർക്കൊക്കെ വീടും
ആയി അവരുടെ പഴയ ഒരു ലൈഫിലേക്ക് തിരിച്ചു പോകുമെന്ന് പ്രതീക്ഷിക്കുന്നു. ഇപ്പൊ ഒന്നും പഴയ കണക്കൊന്നും ഒരിക്കലും കിട്ടും. എന്നാലും വേർപാടുകൾ ഒരിക്കലും ഒതുങ്ങിയ പറ്റും. പിന്നെ വേർപാടുകൾ നമ്മൾ മനസ്സിലാക്കിക്കൊണ്ട് ജീവിച്ചാലേ പറ്റും. 8 മാസം ആവാറായി. ഇനിയിപ്പോൾ അതിൻ്റെ അങ്ങോട്ടാണ് നമ്മുടെ എല്ലാ കോൺസെൻട്രേഷനും എന്ന് പറയാം. കാരണം ഇനി അവളുടെ കാര്യങ്ങളും ഇപ്പം ചെക്കപ്പ് ഉണ്ട്, അത് കഴിഞ്ഞ് ഹോസ്പിറ്റലിലേക്ക് വേണ്ടുള്ള അല്ലമ്മ കുറച്ച് മാസം കൂടെ കുറച്ച് മാസം കൂടി 1 മാസം അടുപ്പിച്ചിന്. 1 മാസമാണോ 2 മാസം അടുപ്പിച്ചുണ്ട്. അപ്പോൾ അതിൻ്റെയും കൂടി ഒരു സന്തോഷം ഒന്നും പോകില്ല. അപ്പോൾ അതിൻ്റെയും കൂടി ഒരു ചെറിയ സന്തോഷം അതിന്റെ ഒരു സന്തോഷമുണ്ട്. അതേ ഉള്ളൂ. അതാണ് അതിന്റെ സന്തോഷത്തിലാണ് ഇങ്ങനെ പൊക്കോണ്ടിരിക്കുന്നത് നമ്മള്. ഓരോ ദിവസം കഴിയുമ്പോഴും ഇത്ര നമ്മൾ എണ്ണി ഇരിക്കുകയാണ് എക്സൈറ്റ്മെന്റ്. ഓരോ റീൽസും കുഞ്ഞുങ്ങളെ വാവയുടെ എല്ലാം ഇപ്പോൾ നമ്മളെല്ലാവരും കാണുന്നത്. അപ്പോൾ അതിൻ്റെ ഒരു എക്സൈറ്റ്മെന്റിലാണ്. അപ്പോൾ അത് നിങ്ങളടുത്ത് പറയാൻ വേണ്ടിയാണ് മെയിനായിട്ട് വന്നത്. ഇല്ലേ, അത് നമ്മൾ ഇത് ഓണത്തിന് തന്നെ ഇടാത്തത്. ചിലപ്പോൾ ഈ വീഡിയോ കാണുമ്പോൾ നിങ്ങൾ ഓണം സെലിബ്രേഷൻ മൂഡിലൊക്കെ ഇരിക്കുമ്പോഴായിരിക്കും നമ്മുടെ ഈ ഒരു വാർത്ത വരും. അപ്പോൾ അതുകൊണ്ടാണ് ഈ വീഡിയോ കുറച്ച് ലേറ്റായി. ഓണമൊക്കെ കഴിഞ്ഞ് നിങ്ങൾ ആഘോഷങ്ങളൊക്കെ കഴിഞ്ഞിട്ടായിരിക്കും നമ്മൾ ഈ വീഡിയോ അപ്ലോഡ് ചെയ്യുന്നത്. അപ്പോൾ നിങ്ങൾ അടിപൊളിയായിട്ട് ആഘോഷിക്കൂ. അപ്പം നമ്മുടെ കുടുംബത്തിൽ വിഷമമാകുമ്പോൾ എത്രയായാലും നമ്മളെ സ്നേഹിക്കുന്ന നിങ്ങൾക്കും ആ ഒരു മനസ്സിൽ ചിലപ്പോൾ അച്ഛനെ ഇഷ്ടപ്പെടുന്ന ഒരുപാട് പേരുണ്ടായിരുന്നു. അപ്പം നിങ്ങൾക്ക് ആ ഒരു വിഷമം ഉണ്ടാവണ്ടെന്ന് വിചാരിച്ചാൽ ഓണം കഴിഞ്ഞ് നമ്മൾ ഈ വീഡിയോ അപ്ലോഡ് ചെയ്യുന്നത്. അപ്പോൾ അടുത്തൊരു വീഡിയോയിൽ കാണാം. അതുവരെയും ബൈ.